ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ബ്ലൗസ് തയ്ച്ചപ്പോൾ എനിക്ക് എന്താണ് കിട്ടിയ എട്ടിൻ്റെ പണിയെന്ന് നോക്കാം. ഈ ബ്ലൗസിൻ്റെ ലൈനിങ് ഞാൻ വെച്ചത് വളരെ കട്ടിയില്ലാത്ത തുണിയായിരുന്നു. ഞാൻ അന്നേരം അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ എല്ലാം തയ്ച്ചവർ മേടിച്ചു കൊണ്ടും പോയി അവർ വീട്ടിൽ കൊണ്ട് ഇട്ടപ്പോഴാണ് അവർക്ക് നല്ല കണ്ണായം ഉള്ളതാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. തയ്ച്ചെത്തിയപ്പോഴും ലൈനിങ് ഇട്ടിട്ടും ഇങ്ങനെ കണ്ണായം കാണും. അപ്പോൾ അവർ അന്നേരം എന്നോട് പറഞ്ഞു എന്തെങ്കിലും അതിനൊരു ഇത് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ കറുത്ത ഒരു ലൈനിങ് തുണി വീണ്ടും ഒരു ലൈനിങ് തുണി എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് മൊത്തം അഴിച്ചെടുത്തു. അല്ലാതെ കഴുത്തൊന്നും അഴിച്ചില്ല, സൈഡ് മൊത്തം. ഇത് പ്ലെയിൻ ബ്ലൗസായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിത്ര ഉറപ്പ് പറ്റിയത്. എന്നിട്ട് ഞാൻ ഈ കറുത്ത ലൈനിങ് അടിയിലോട്ട് വെച്ചിട്ട് ഈ തുണിയുടെ നല്ല വശം അതിനോട് ചേർന്ന് വെച്ചു. എന്നിട്ട് ആ കഴുത്തിൻ്റെ ചുറ്റിനും ഞാൻ പിന്നു കുത്തി. എന്നിട്ട് നെക്ക് അടിച്ചു കൊടുത്തു. അതേപോലെ ഇങ്ങനെ നെക്ക് അടിച്ച് തയ്ച്ചെടുത്തു. എന്നിട്ട് നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കട്ട് ചെയ്ത് നമ്മൾ സാധാരണ നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്ത് ലൈനിങ് തിരിച്ചിടുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെയും നെക്ക് കട്ട് ചെയ്ത് തിരിച്ചിട്ടു. എന്നിട്ട് ആ നെക്കിനെ പിന്നെ അതേപോലെ പതിച്ചടിച്ചു. എന്നിട്ട് ആ നെക്ക് തിരിച്ചിട്ടിട്ട് ആ നെക്ക് നമ്മൾ തിരിച്ച് അതേപോലെ നമ്മൾ മറ്റേ സാധാ ചെയ്യുന്ന പോലെ നെക്ക് പതിച്ചടിച്ചു. വീനെക്കായിരുന്നു അതുപോലെ പതിച്ചടിച്ചിട്ട് അതേ സ്പോട്ടിൽ തന്നെ ആ ലൈനിങ് തന്നെ ഇങ്ങോട്ട് ചുറ്റും ആ ലൈനിങ് അടി വെച്ചിട്ട് അതിനെപ്പോലെ അത് മൊത്തം ചുറ്റിനും തയ്ച്ചിങ്ങെടുത്തു. അതിൻ്റെ ചുറ്റും നമ്മൾ തയ്ച്ചെടുത്തു. ചുറ്റും എങ്ങനെ തയ്ക്കുന്നതൊക്കെ ഈ രണ്ട് സൈഡും എടുത്തിട്ട് താഴ്വശം നമ്മൾ ലാസ്റ്റേ തയ്ക്കുന്നത്. ഇപ്പം ഈ സൈഡും ആ സൈഡും രണ്ട് സൈഡും തയ്ച്ചെടുക്കുക. എന്നിട്ട് കൈക്കുഴിയുടെ ആ ഭാഗം എല്ലാം ഇങ്ങനെ തയ്ച്ചെടുത്തു. എന്നിട്ട് അവിടെ അത്രയങ്ങ് വെട്ടിക്കളയും. ആ കൈക്കുഴിയുടെ ആ ഭാഗം അവിടെ എന്ന് പറഞ്ഞാൽ കൈ സ്ലീവ് വയ്ക്കുമ്പം അതൊക്കെ അകത്തോട്ട് പോകുന്നതാണ്, താഴ്വശം മാത്രം അകത്ത് പോകുന്നതല്ല. അപ്പം നമ്മളത് എന്ത് ചെയ്യണം, അതിനി അത്രയും മടക്കി നമ്മൾ അതൊന്ന് പതിച്ചടിച്ചിട്ട് എന്നിട്ട് ഒന്ന് പതിച്ചടിക്കുക. എന്നിട്ട് ഒന്ന് മടക്കി അടിക്കുക. മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ വീണ്ടും ആ പടി നമ്മൾ ഒന്നുകൂടെ പടി മടക്കിയത് തയ്ച്ചെടുക്കുന്നു. അങ്ങനെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ചിങ്ങനെ കിട്ടി. അപ്പം ഒരു അറിയുന്നത് പോലുമില്ല നമ്മൾ വീണ്ടും ഇങ്ങനെ തയ്ച്ചാണ്. ഇനി അടുത്തത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൻ്റെ ഹുക്കിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങാതെ ആ ഹുക്കിൻ്റെ ഇപ്പുറത്ത് ലൈനിങ് അങ്ങനെ ഇട്ടിട്ട് ആ ഹുക്കിൻ്റെ അപ്പുറത്തുനിന്ന് കഴുത്തിങ്ങനെ തിരിച്ചടിക്കുന്നു. എന്നിട്ട് നമ്മളത് ആ കഴുത്തിന് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് തിരിച്ചിടുന്നു. ആ ലൈനിങ് അടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഹുക്കിൻ്റെ അത്രയും ഭാഗത്ത് ആ തുണി മടക്കി വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ആ നെക്ക് പതിച്ചടിച്ച് മറ്റേതിൻ്റെ കൂട്ട് തന്നെ ചുറ്റിനും നമ്മൾ തയ്ച്ചെടുക്കുന്നു. നെക്കിങ്ങനെ പതിച്ചടിച്ചിട്ട് എന്നിട്ട് താഴോട്ട് അങ്ങനെ ആ ഹുക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ തയ്ച്ച് അടിച്ചിട്ട് ഇവിടെ അടി മടക്കി അവിടത്തൂടെ തന്നെ ഞാൻ അന്നേരം തന്നെ ഇപ്പം അങ്ങ് മടക്കി കൊടുക്കുകയാണ്. മടക്കി അകത്തോട്ട് മടക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് അറിയത്തില്ല, അകത്ത് ലൈനിങ്ങിൻ്റെയും തുണിയുടെയും അകത്തായിട്ട് വരും. എന്നിട്ട് ചുറ്റും തയ്ച്ചെടുക്കുന്നു. എന്നിട്ട് ഇനി ബാലൻസ് വന്ന ലൈനിങ് കട്ട് ചെയ്ത് കളയുന്നു. ഇനി ആ പാർട്ട് കഴിഞ്ഞ് ഇനി ഹുക്ക് ഹോളിടുന്ന ഭാഗം അതും അതുപോലെ ലൈനിങ് അടിയിൽ വെച്ചിട്ട്
നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്ത് നല്ല തുണി ലൈനിങ് കൂടെ ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗത്ത് പിന്നോട്ടി നമ്മൾ തയ്ച്ചെടുക്കുന്നു. അതേപോലെ ചുറ്റിനും വെച്ചിട്ട് ആ ഹുക്കിൻ്റെ ഹോളിടുന്ന ഭാഗത്ത് അകത്തോട്ട് ചെല്ലാതെ അവിടെ ഇരിക്കാൻ വേണ്ടി അവിടെ ആ നെക്ക് ഭാഗം ആദ്യം തയ്ച്ച് കഴിഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് വേണം ഹോളിടുന്ന ഭാഗത്ത് മടക്കി കൊടുക്കാൻ, എന്നാലേ അത് തയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഇനി അകത്തോട്ട് മടക്കിയിട്ട് ചുറ്റിനും നമ്മൾ തയ്ച്ചെടുക്കുന്നു. നെക്ക് പതിച്ചടിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. നെക്ക് പതിച്ചടിച്ചിട്ട് ചുറ്റിന് നമ്മൾ അടിച്ചെടുക്കുന്നത്. അടിഭാഗം മറ്റേത് ചെയ്തതുപോലെ അകത്തോട്ട് മടക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അകത്ത് രണ്ട് വെളിയിൽ വരാത്ത അകലെ ഇങ്ങനെ മടക്കി അകത്തോട്ട് മടക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് അവിടവും ആ ഭാഗം ഹോൾ വരുന്ന ഭാഗവും അതുപോലെ ആ ഹോളിൻ്റെ സൈഡിൽ കൂടെ ഹോളിൻ്റെ ആ ഭാഗത്തോട്ട് തയ്യൽ കയറാത്ത രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നു. അപ്പം നമ്മൾ ഈ ലൈനിങ് ചെയ്യുന്ന ആ പടമ്പ കഴിഞ്ഞു. അങ്ങനെ ലൈനിങ് മൊത്തവും ചേർത്ത് കഴിഞ്ഞു. അപ്പം നമുക്കൊരാശ്വാസം. ഇനി നമ്മൾ സൈഡ് രണ്ട് ചേർത്ത് തയ്ച്ച് സ്ലീവൊക്കെ വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സ്ലീവ് വെച്ചപ്പോൾ ഇങ്ങനെ വന്നു. ലൈനിങ് അഡീഷണൽ വെച്ചാണെന്ന് പോലും അറിയത്തില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.